ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് കെമിക്കൽ കൈനറ്റിക്സ്, ഫിസിക്കൽ കെമിസ്ട്രി ആണ് നോക്കുന്നത്. പിന്നെ നമ്മൾ 15 ക്വസ്റ്റ്യൻസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ നിങ്ങൾക്കറിയാം, ന്യൂമറിക്കൽ ബേസ്ഡ് ചാപ്റ്ററാണ്. അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസും വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഇക്വേഷൻസ് ആദ്യം നന്നായി പഠിച്ച് മനസ്സിലാക്കിയാലേ ഈ ചാപ്റ്റർ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ശരി, നമുക്കപ്പോൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ശരി, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് 3A gives 2B. The rate of the reaction plus D of concentration of B by dt is equal to. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ചോയ്സസ് തന്നിട്ടുണ്ട്. -3D concentration of A by 2 dt, -2D concentration of A by 3 dt, -1D concentration of A by 3 dt, then plus 2D concentration of A by dt. അപ്പോൾ ഇതിൽ ഏതാണ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ 3A gives 2B. ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതും? -1/3 D of concentration of A by dt is equal to 1/2 D of concentration of B by dt. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇങ്ങനെ ഡിനോമിനേറ്റർ ആയിട്ട് വരും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മൈനസ് സൈൻ ഇടുന്നതിൻ്റെ സിഗ്നിഫിക്കൻസും നിങ്ങൾക്കറിയാം. അതായത് കോൺസെൻട്രേഷൻ ഓഫ് എ കുറഞ്ഞു വരുന്നു എന്ന് കാണിക്കാനേ ഉള്ളൂ, വേറെ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് റിയാക്റ്റൻറ്റ് സൈഡ് പറയുമ്പോൾ നമ്മൾ മൈനസ് ഇടുന്നത്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് dB, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ dB ബൈ dt ഈസ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ ഇതിൽ dB ബൈ dt മാത്രം എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ 2 അപ്പുറത്ത് പോകും. അപ്പോൾ ഇത് എഴുതുമ്പോൾ D of concentration of B by dt is equal to -2/3, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകും, then D of concentration of A by dt. ഇതാണ് ആൻസർ. -2/3 D of concentration of A by dt. So the answer B. The rate constant of a reaction is 10.8 into 10 raised to 5 moles per decimeter cube per second. The order of the reaction is. നിങ്ങൾക്കറിയാം, ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്, ഒരു റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് കാണുമ്പോൾ അത് 0 ഓർഡർ ആണോ, ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓരോന്നിനും ഓരോ യൂണിറ്റാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കൂ, മോൾസ് പെർ ഡെസിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ്. ഇത് ശരിക്ക് റേറ്റിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് തന്നെ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റായിട്ടും വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺസെൻട്രേഷന് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു 0 ഓർഡർ റിയാക്ഷനാണ്. നോക്കൂ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു 0. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റാണ് മോൾസ് പെർ, ഇവിടെ ലിറ്ററിന് പകരം ഡെസിമീറ്റർ ക്യൂബ് എന്ന് തന്നിരിക്കുന്നു. ഡെസിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1 അല്ലേ? എനി നമ്പർ 0, 1 ആണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ കെയുടെ യൂണിറ്റ് മോൾസ് പെർ ഡെസിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരണമെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കണം? ഒരു 0 ഓർഡർ റിയാക്ഷൻ ആയിരിക്കും അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. The rate constant is given by the equation. നിങ്ങൾക്കറിയാം, അറീനിയസ് ഇക്വേഷൻ ആണ് റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും എല്ലാം തമ്മിലുള്ള റിലേഷൻ തരുന്നത്. P ഇൻറ്റു Z ഇൻറ്റു e raised to minus EA by RT.
which factor should register a decrease for the reaction to proceed more rapidly? അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതിൽ ഏതിൻ്റെ വാല്യൂ, അപ്പോൾ ഇവിടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പി ഉണ്ട്, പ്രോബബിലിറ്റി, ദെൻ സെഡ്, ദെൻ ഇ റൈസ് ടു മൈനസ് ഇ എ ആക്ടിവേഷൻ എനർജി, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് കൊളിഷൻ, പിന്നെ ഫ്രീക്വൻസി ഓഫ് കൊളിഷൻ, ദെൻ ആക്ടിവേഷൻ എനർജി, പിന്നെ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ, ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതിലേത് കുറയുമ്പോഴാണ് റേറ്റ് കൂടുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലേ? എങ്ങനെയാണ്? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിയാക്റ്റൻ്റ് ആൻഡ് ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അപ്പോൾ എല്ലാ റിയാക്റ്റൻസിനും പ്രോഡക്റ്റ് ആകാൻ ആവശ്യമായ എനർജി കാണില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം ആക്ടിവേഷൻ എനർജി കുറഞ്ഞിരിക്കുമോ അത്രത്തോളം റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. വൈ? ബിക്കോസ് മോർ റിയാക്റ്റൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇഫക്റ്റീവ് കൊളിഷൻ. ഇൻ ആൻ ഇഫക്റ്റീവ് കൊളിഷനിൽ മോർ നമ്പർ ഓഫ് മോളിക്യൂൾസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ്റെ റേറ്റ് കൂടും, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇല്ലെങ്കിലും നമുക്കിതറിയാം. ഇവിടെ ആക്ടിവേഷൻ എനർജിയാണ് കുറഞ്ഞിരുന്നാൽ നമുക്ക് മോർ റിയാക്റ്റൻസിന് റിയാക്ഷനിൽ പങ്കെടുത്ത് പ്രോഡക്റ്റായി മാറാൻ കഴിയും. ഒരു കാറ്റലിസ്റ്റ് ചെയ്യുന്നതും ഇതാണ്. കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബൈ ഡിക്രീസിങ് ദി ആക്ടിവേറ്റഡ്, പ്രൊവൈഡിങ് എ ന്യൂ പാത്ത്. എ ന്യൂ പാത്താണ്, ഒരു പുതിയ ലോ എനർജി പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടാണ് കാറ്റലിസ്റ്റുകൾ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം റിയാക്ഷൻ്റെ റേറ്റ് കൂടണമെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. The half-life of a reaction is found to be inversely proportional to the cube of initial concentration. Then the order of the reaction is. അപ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഹാഫ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ പകുതി തീരാൻ ആവശ്യമായ സമയം, അതിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയും. ഇപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന് ഒരു ഹാഫ് ലൈഫ് പീരീഡാണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഒരു ഹാഫ് ലൈഫ് പീരീഡാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ എത്രയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ എന്ന് വെച്ചാൽ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 1 മൈനസ് എൻ. അപ്പോൾ എൻ ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, എ ഈസ് ദ കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എടുക്കാം. അപ്പം പവർ 3 വരണം എന്നാണ് പറയുന്നു. അപ്പം നോക്കൂ, ഞാൻ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 കൊടുത്താൽ എന്താവും? ഈസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു -3 ആവും, അല്ലയോ? 1 മൈനസ് 4 അതൊന്നും എഴുതണം. ഈസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 1 മൈനസ് 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 3. ദാറ്റ് ഈസ് ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ എ റൈസ് ടു 3 എന്ന് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ് പറഞ്ഞത്? ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് വരണമെങ്കിൽ എൻ എത്ര വരണം? 4 വരണം. കാരണം n-1 ആണ് 3. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എ ആണ്. അടുത്ത, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഹാഫ് കംപ്ലീറ്റഡ് ഇൻ 45 minutes. ഹൗ ലോങ് ഡസ് ഇറ്റ് നീഡഡ് ഫോർ 99.9% of the reaction to be completed? അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി എന്ന് പറയുന്നത് ഏതാണ്? 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ലോഗ് എ ബൈ എ മൈനസ് എക്സ് ആണ്. അതാണ് ബേസിക് ഇക്വേഷൻ. പക്ഷേ ഇവിടെ കെ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കെ നമ്മൾ കണ്ടുപിടിക്കണം. കെ നിങ്ങൾക്കറിയാം 0.693 ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പം ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. കെ is equal to 0.693 divided by t. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെ അല്ലേ. നമുക്കിപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ ക്വസ്റ്റ്യൻ, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഹാഫ് കംപ്ലീറ്റഡ് ഇൻ 45 മിനിറ്റ്സ് എന്നാണ്. ശരി, അപ്പോൾ ഫോർ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ നോക്കൂ, ഹാഫ് ലൈഫിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് കെ ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 45. ഇതാണ് കെയുടെ വാല്യൂ. ഇനി ഫസ്റ്റ് ഓർഡറിന് ടിയുടെ വാല്യൂ എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ലോഗ് എ ബൈ എ മൈനസ് എക്സ്. അപ്പോൾ 2.303 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് 0.693 ഡിവൈഡഡ് ബൈ 45 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.693. ഡിനോമിനേറ്ററിലാണല്ലോ കെ വരുന്നത്, അത് 45. അതിനെ നമുക്ക് ഇവിടെ എഴുതാം. എത്ര? 45 ഇൻറ്റു, ഇനി ലോഗ് 100 ബൈ 100 മൈനസ് എത്ര പെർസെൻ്റ് ആണ്? 99.9 ആണ്. 99.9. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ചെയ്തു വരുമ്പോൾ ഇതിനൊന്നും വ്യത്യാസമില്ല. ഈ വാല്യൂ മാത്രം ലോഗ് 3 എന്ന് വരും. അപ്പം അതിൻ്റെ ലോഗ് 3 എന്ന് പറയുമ്പോൾ 3 log 10 ആണ്. അതിന് 3 എന്ന് എടുക്കാം. അപ്പോൾ 2.303 ഇൻറ്റു 45 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 0.693. നിങ്ങൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 7.5 hours എന്ന് കിട്ടും. കാരണം ഇത് അവറിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ സി ആണ്. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു സ്പെസിഫിക് ഇക്വേഷനാണ്. ആ ഇക്വേഷന് നമുക്ക് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻസിന് എക്സാമ്പിൾ നന്നായിട്ട് അറിയാമെങ്കിലേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2N2O5 റിവേഴ്സിബിളി ഗീവ്സ് 2N2O4 പ്ലസ് O2. അപ്പം നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറുകളിൽ ബൈമോളിക്കുലാർ സെക്കൻഡ് ഓർഡർ, യൂണിമോളിക്കുലാർ ഫസ്റ്റ് ഓർഡർ, ബൈമോളിക്കുലാർ ഫസ്റ്റ് ഓർഡർ, ബൈമോളിക്കുലാർ സീറോ ഓർഡർ. പക്ഷേ ഓർഡർ നമുക്ക് ഇക്വേഷൻ വെച്ച് പറയാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ ഇക്വേഷനും അതിൻ്റെ ഓർഡറും നമുക്ക് അറിയാമെങ്കിലേ അത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്പെസിഫിക് ഇക്വേഷനാണ്. ഇത് ശരിക്ക് ഒരു ബൈമോളിക്കുലാർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ ഇതൊരു ബൈമോളിക്കുലാർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ബൈമോളിക്കുലാർ എന്നുള്ളത് 2N2O5 കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ യൂണിമോളിക്കുലാർ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാലേ പറ്റും. അപ്പം ഇത് സ്പെസിഫിക് ആയിട്ട് അറിയുക. ഇതൊരു ബൈമോളിക്കുലാർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ആൻസർ സി ആണ്. അടുത്ത് നോക്കൂ, ആൻ എക്സാമ്പിൾ ഓഫ് ഓട്ടോകെറ്റാലിസിസ്. ഓട്ടോകെറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കാറ്റലിസ്റ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട. ആ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്തോളും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിയാക്ഷനാണ്. പ്രത്യേകിച്ച് പെർമാംഗനോമെട്രി ടൈട്രേഷൻ ചെയ്തവർക്കറിയാം. നിങ്ങൾ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ കളറ് ഡിസപ്പിയർ ചെയ്യണം എന്നാണല്ലോ, ഡിസപ്പിയർ ചെയ്ത് പോകും. പക്ഷെ ആദ്യം നിങ്ങൾ ഒരു ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കളർ ഡിസപ്പിയർ ചെയ്യില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഈ കളറ് ഡിസപ്പിയർ ചെയ്തോളും. ഡിസപ്പിയർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ പെർമാംഗനേറ്റ് ഓക്സാലിക് ആസിഡിലോട്ടോ മോർസോൾട്ടിലോട്ടോ ഒഴിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യം റിയാക്ഷൻ സ്ലോ ആയിരുന്നു, പിന്നെ റിയാക്ഷൻ ഫാസ്റ്റായി. ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ റിയാക്ഷൻ സ്ലോയിൽ നടന്ന് ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ്, പിന്നെ മാംഗനീസ് ഡയോക്സൈഡാണ്, പിന്നെ റിയാക്ഷൻ Mn2+ അയോൺസ് ആണ് ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നടന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ റിയാക്ഷൻ്റെ റേറ്റിനെ കൂട്ടിയാൽ അതിൻ്റെ പേരാണ് ഓട്ടോകെറ്റാലിസിസ്. അവിടെ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു കാറ്റലിസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. അങ്ങനെയുള്ള റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓക്സിഡേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് ബൈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഇത് നിങ്ങൾ പ്രാക്ടിക്കലിന്, പ്രത്യേകിച്ച് CBSE-കാരൊക്കെ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണ്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. The rate of a reaction can be
expressed by the following expression. Rate is equal to K into A square, concentration of A square into concentration of B. If the concentration of A is increased by 3 times and concentration of B is increased by 2 times, then how many times the rate of the reaction increases? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നോർമലി ഉള്ള റേറ്റും കോൺസെൻട്രേഷൻ ഓഫ് എ 3 ടൈംസും കോൺസെൻട്രേഷൻ ഓഫ് ബി 2 ടൈംസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു റേഷ്യോ എടുത്ത് നോക്കാം. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് എക്സ്പ്രഷൻ അനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇനി എയുടെ കോൺസെൻട്രേഷൻ 3 ടൈംസും ബിയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസും ആക്കും. അപ്പോൾ ഉണ്ടാകുന്ന പുതിയ റേറ്റിനെ ഞാൻ R2 എന്ന് എടുക്കുന്നു. സോ R2 ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 3A സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 2B. ബി 2 ടൈംസ് ആക്കും. ഇനി ഇവർ തമ്മിലൊരു റേഷ്യോ ഉണ്ട്. അപ്പോൾ എന്താ? R1 ബൈ R2 ഈസ് ഈക്വൽ ടു 1 ബൈ 3 സ്ക്വയർ ഇൻറ്റു 1 ബൈ 2 ആണല്ലോ. അപ്പം എത്ര വരും നമുക്ക്? 1 ബൈ 18 വരും. Therefore, R2 is equal to 18 into R1. അപ്പോൾ 18 ടൈംസ് കൂടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 പോകുന്നു. Among which of the following factors the specific reaction rate of a first order reaction does not depends upon? ഈ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് സാധാരണ അഫക്റ്റ് ചെയ്യാത്തത് പ്രഷർ കാരണമാണ്. ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം മാറ്റും, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ്, വോളിയം, ഇതെല്ലാം സ്വാധീനിക്കുമെങ്കിലും സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരിക്കലും പ്രഷറുമായി കണക്ട് ചെയ്തില്ല. സാധാരണ നമ്മൾ പ്രഷറുമായി കണക്ട് ചെയ്യുന്ന ഇതിൽ ഗേഷ്യസിലാണ് നമ്മൾ പറയാറ്. എങ്കിലും ഇവിടെ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യം, സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. സോ ഇവിടെ ആൻസർ സി ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അടുത്ത 10th ക്വസ്റ്റ്യൻ. For the reaction H2 plus Cl2 in the presence of sunlight gives 2 HCl, the order of the reaction. അപ്പം ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് തോന്നുന്നു ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 2 ആണെന്ന്. പക്ഷേ ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ. ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം 0 ഓർഡർ റിയാക്ഷൻസാണ്. അതുപോലെ ന്യൂക്ലിയർ റിയാക്ഷൻസ് എല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസാണ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ സൺലൈറ്റിനെ വലിച്ചെടുത്ത് അല്ലെങ്കിൽ ലൈറ്റിനെ വലിച്ചെടുത്ത് നടക്കുന്ന റിയാക്ഷൻസ്. അപ്പോൾ അവരെല്ലാം എനർജി ഫ്രം ദ സൺലൈറ്റ് കിട്ടിയിട്ടേ അല്ലെങ്കിൽ ലൈറ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് 0 ഓർഡറാണ്. ന്യൂക്ലിയർ റിയാക്ഷൻസ് എല്ലാം ഫസ്റ്റ് ഓർഡറാണ്. അതുകൊണ്ടാണ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസിൽ വച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയതുകൊണ്ടാണ് കാർബൺ 14 ഡേറ്റിംഗ് പോലെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് 0 ഓർഡർ റിയാക്ഷനാണ്. അവിടെ നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എ ഗീവ്സ് ബി. ഇഫ് കെ ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇനിഷ്യൽ concentration of the reactant is 0.5 molar, then the half life is എന്നാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ T ഹാഫ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ T ഈസ് ഇൻറ്റു log A by A minus X.
അപ്പോൾ ഇവിടെ 2.303 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്ന അവരെ എത്ര തന്നിരിക്കുന്നു ആണ് ടി ഹാഫാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടി ഹാഫ് എന്ന് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ലോഗ് എ ബൈ എ മൈനസ് A0 അല്ലെങ്കിൽ A/2 എന്നെടുക്കാം എക്സിന് പകരം. ഓക്കെ, അപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു ആണ് കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷന് പകുതിയാവും. 2.303 ഡിവൈഡഡ് ബൈ ടി ഹാഫ് അവിടെ കെ ആവും. ഇതെന്താവും? ലോഗ് 2 ആവും. ലോഗ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇതിൽ നിങ്ങൾക്ക് ലോഗ് എന്നായി. ആക്ച്വലി ബേസിക് ഇക്വേഷനിൽ ലോഗരിതം ബേസ്ഡ് ഓൺ ഇ ആണ്, ln ആണ്. ഈ ln-നെ ലോഗ് ആക്കാൻ ബേസ്ഡ് ഓൺ 10 ആക്കാനാണ് 2.303 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത്രയും ടേമിനെ നമുക്ക് സിമ്പിളായിട്ട് ln2 എന്നെടുക്കാം. അപ്പോൾ ln2 ഡിവൈഡഡ് ബൈ കെ എന്നെടുക്കാം. ഏതാ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു. അതുകൊണ്ട് ടി ഹാഫ് ഈസ് ഈക്വൽ ടു ln2 ബൈ കെ. സോ C is there. Question number 12. According to collision theory of reaction rates, the rate of reaction increases with temperature due to. ഇപ്പോൾ കൊളിഷൻ തിയറി പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുന്നത് ഡ്യൂ ടു ഇഫക്റ്റീവ് കൊളിഷൻ എമംഗ് ദ റിയാക്റ്റൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ തിയറി പറയുന്നത് all collisions will not give you product. Only effective collisions will give you the product. So what are effective collision means? Effective collisions എന്ന് പറഞ്ഞാൽ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി ഉള്ളതും കറക്റ്റ് ഓറിയൻറ്റേഷനിലുള്ളതുമായ കൊളിഷൻസിനെയാണ് ഇഫക്റ്റീവ് കൊളിഷൻസ് എന്ന് പറയുന്നത്. വെരി സ്ലോ മോളിക്യൂൾസ് വെൻ ദേ കൊളൈഡ് ദേ വിൽ നോട്ട് ഗിവ് യു പ്രോഡക്റ്റ്. ആൻഡ് ഇഫ് ദ ഓറിയൻറ്റേഷൻ ഓഫ് കൊളിഷൻ ഈസ് നോട്ട് പ്രോപ്പർ, that also will not give you the product. So to get the product, the reactants must possess a amount of energy and the orientation of collision also should be proper. അപ്പം ഇനഫ് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ കൊളിഷൻ പ്രോഡക്റ്റിനെ തരില്ല. So when you increase the temperature, more molecules will get enough energy so that their collision can be effective and thus they can give you the product. സോ അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതിനകത്ത് ചോയ്സസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്രേറ്റർ നമ്പർ ഓഫ് കൊളിഷൻസ് കൂടും. അപ്പോൾ ഹയർ വെലോസിറ്റി ഓഫ് റിയാക്ടിങ് മോളിക്യൂൾസ്, ഗ്രേറ്റർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ദി ആക്ടിവേഷൻ എനർജി ആൻഡ് ഡിക്രീസ് ഇൻ ദി ആക്ടിവേഷൻ എനർജി. അപ്പോൾ വെലോസിറ്റി കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗ്രേറ്റർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ആക്ടിവേഷൻ എനർജി, ഡിക്രീസ് ഇൻ ആക്റ്റീവ്. അപ്പോൾ മോർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രേറ്റർ നമ്പർ ഓഫ് കൊളിഷൻസ് ആണ് വെൻ യു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ. അപ്പോൾ അക്കോർഡിംഗ് ടു കൊളിഷൻ തിയറി, റിയാക്ഷൻ റേറ്റ്, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഡ്യൂ ടു ഗ്രേറ്റർ കൊളിഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് കൊളിഷൻസ് എമംഗ് ദ മോളിക്യൂൾസ്. ഇഫക്റ്റീവ് കൊളിഷൻ. ശരി, അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റ് increases as the reaction proceeds, decreases as the reaction proceeds, may increase or decrease during the reaction, or remains constant as the reaction proceeds. നിങ്ങൾക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ടു പ്രോഡക്ട്സ്. So naturally as the reaction proceeds, the amount of the reactants goes on decreasing because they are converting into product. അപ്പം ഇതിൽ തന്നിരിക്കുന്ന ചോയ്സിൽ ഏറ്റവും കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ബി ആണ്. കാരണം as the reaction proceeds, decrease in the concentration of the reactants. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് അല്ലെങ്കിൽ increase in the reaction, increases as the reaction proceeds, decreases as the reaction proceeds. So answer is B. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ഇത് ആക്ച്വലി ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന 3 മെത്തേഡ്സ് ആണുള്ളത് പൊതുവേ. ഒന്ന് ഇനിഷ്യൽ റേറ്റ് മെത്തേഡ്, ദെൻ ഗ്രാഫിക്കൽ മെത്തേഡ്, ദെൻ
ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ മെത്തേഡ്. അതിൽ ഈ ക്വസ്റ്റ്യൻ ഇനിഷ്യൽ റേറ്റ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇനിഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടൈം 0, തുടങ്ങിയ ഉടനെ ഉള്ള സ്പീഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസിൻ്റെ അളവിന് മാറ്റി മാറ്റി കൊടുക്കും. ഇപ്പോൾ A + B ഗീവ്സ് പ്രോഡക്റ്റ്. അതിൽ എയുടെ കോൺസെൻട്രേഷൻ 0.012, ബി 0.035, അടുത്ത 0.024. അപ്പം എയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി, ബിയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി. അപ്പോൾ സ്പീഡ് നോക്കൂ, റേറ്റ് 0.8 ആയി. അടുത്ത മൂന്നാമത്തതിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലെ എയുടെ കോൺസെൻട്രേഷൻ എത്ര തന്നെയാണോ അത് തന്നെ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിലും എടുത്തിരിക്കുന്നു. പക്ഷേ ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയായി. നാലാമത്തെ എക്സ്പെരിമെൻറ്റിൽ എയുടെ കോൺസെൻട്രേഷൻ ഒന്നാമത്തെ കോൺസെൻട്രേഷന് തുല്യമാണ്, ബിയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി. ശരി, ഇനി നിങ്ങൾ റേറ്റിന് ശ്രദ്ധിക്കൂ. 0.012, 0.035 കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി, റേറ്റ് 0.1 ഇനിഷ്യൽ റേറ്റ്. അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് എ 0.024, കോൺസെൻട്രേഷൻ ഓഫ് 0.07, അത് 0.8 ആയി. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ വളരെ ശ്രദ്ധിക്കണം. എയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി, ബിയുടെ കോൺസെൻട്രേഷന് ഒരു മാറ്റമില്ല. ഞാൻ കമ്പയറിങ് വിത്ത് ദ ഫസ്റ്റ് ഇക്വേഷനാണ്. അപ്പോൾ എയുടെ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ മതി. സെക്കൻഡ് ഇക്വേഷൻ ആകുമ്പം 0.24, അടുത്തതും 0.24, 0.07, അടുത്തത് 0.35. ശരി, അവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനുകളെ കമ്പയർ ചെയ്യുകയാണ്. ഒന്നാമത്തെ ഇക്വേഷനിലും മൂന്നാമത്തെ ഇക്വേഷനിലും കോൺസെൻട്രേഷൻ ഓഫ് ബി സെയിം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് ഇനിഷ്യൽ റേറ്റ് മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 4 എക്സ്പെരിമെൻറ്റ്സ് ആണ് നടത്തിയിരിക്കുന്നത്. 4 എക്സ്പെരിമെൻറ്റ്സിൽ കോൺസെൻട്രേഷൻ ഓഫ് എ മാറ്റി മാറ്റി ആദ്യം 0.012 ആയി, പിന്നെ 0.024 ആക്കി, 0.024 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അടുത്ത എക്സ്പെരിമെൻറ്റിൽ അത് 0.012 ആയിട്ട് കുറച്ചു. ഇതിൽ 0.035 പിന്നെ ഡബിളാക്കി, പിന്നെ 0.035 പിന്നെ ഡബിളാക്കി. റേറ്റ് നോക്കിയപ്പോൾ ആദ്യം 0.1 ആയിരുന്നു, അടുത്ത് 0.8 ആയി, വീണ്ടും 0.1 ആയി, വീണ്ടും 0.8 ആയി. നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 and 3 കമ്പയർ ചെയ്യും. 1 and 3ൽ ബിയുടെ കോൺസെൻട്രേഷന് മാറ്റമില്ല, എന്നാൽ എയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി, 0.12 become 0.24. പക്ഷേ റേറ്റിന് മാറ്റമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. എയുടെ കോൺസെൻട്രേഷൻ സ്വാധീനിക്കുന്നില്ല. കാരണം എയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കിയിട്ടും റേറ്റിന് വ്യത്യാസമേ ഇല്ല. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷനാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കണം. ആരെയൊക്കെ കമ്പയർ ചെയ്യണം? 1ഉം 4ഉം കൂടി കമ്പയർ ചെയ്യണം. 1ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യും. ബി ഡബിളായപ്പോൾ കോൺസെൻട്രേഷൻ 0.8 ആയി. എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് 3 times. അപ്പോൾ 3 times കൂടി എന്നർത്ഥം ബിയുടെ കോൺസെൻട്രേഷൻ. അതായത് ഡബിൾ ആക്കിയപ്പോൾ 8 ആയാൽ 2 ക്യൂബാണ്. 2 ക്യൂബാണ് 8. അപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് എഴുതാം, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ക്യൂബ് എന്നാണ്. സോ ആൻസർ എ ആണ്. കെമിക്കൽ കൈനറ്റിക്സിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. ഇത് അസെർഷൻ റീസൺ ടൈപ്പാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലിക്വിഡ് ബ്രോമിൻ റിയാക്ട് സ്ലോലി ആസ് കമ്പയർഡ് ടു ബ്രോമിൻ വേപ്പർ. ബ്രോമിൻ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത് വേപ്പർ സ്റ്റേറ്റിലുള്ളതിനേക്കാളും സ്ലോ റിയാക്ടിംഗ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ലിക്വിഡ് ബ്രോമിൻ the bromine molecules are held together by force which is much weaker than the force existing between 2 molecules of bromine in vapor state. അത് റീസണാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികം സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. കാരണം ബ്രോമിൻ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ബ്രോമിനേക്കാളും വേപ്പർ സ്റ്റേറ്റിലുള്ള ബ്രോമിൻ മോർ റിയാക്റ്റീവാണ്.
അതിന് റീസൺ എന്താ? ലിക്വിഡ് സ്റ്റേറ്റിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. സോ ടു ബ്രേക്ക് ദാറ്റ് യു നീഡ് മോർ എനർജി. ബട്ട് ഇൻ വേപ്പർ സ്റ്റേറ്റ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ലെസ്, സോ യു റിക്വയർ ഓൺലി ലെസ് എനർജി. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിരിക്കുന്നത് നേരെ തെറ്റിച്ച്, അത് റിവേഴ്സ് ആയിട്ടാണ്. അവർ പറയുന്നു പിന്നെ വേപ്പർ സ്റ്റേറ്റിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ, ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവെന്നാണ്. അപ്പോൾ അത് നേരെ തിരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ സി ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് എ ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ടു റോങ് ആണ്. അപ്പോൾ ആൻസർ സി ആണ്. ഇതാണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. കുറേയേറെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് സ്കില്ലാണ്. സ്കില്ലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വെൻ യു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം. അപ്പോൾ യു വിൽ ബി സ്കിൽഡ് ഇൻ ഡൂയിങ് ദി പ്രോബ്ലംസ്. അല്ലാതെ വേറെ ഒരു ഓപ്ഷനും അതിനകത്തില്ല. സോ ഓൾ ദ ബെസ്റ്റ്.